NABHന്റെ 6th എഡിഷന്റെ 2ാമത്തെ ചാപ്റ്ററിന്റെ 4ാമത്തെ സ്റ്റാൻഡേർഡിന്റെ അവസാനത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് 4 ഒബ്ജക്റ്റീവ് എലമെന്റുകളാണ് ഈ ഒരു സ്റ്റാൻഡേർഡിലുള്ളത്. ചെറിയൊരു സ്റ്റാൻഡേർഡാണ്. എന്തായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ തൊട്ടുമുമ്പ് കണ്ട കാര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ പലതും നമ്മൾ പ്ലാൻ ചെയ്യുമെങ്കിലും ഡോക്യുമെൻ്റ് ചെയ്യുമെങ്കിലും യഥാർത്ഥ സാഹചര്യത്തിന് മുമ്പ് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? നമ്മുടെ മരണം, നമ്മുടെ കല്യാണം, ഇതൊക്കെ സിമിലർ സാഹചര്യങ്ങളല്ലേ? ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എന്താ ചിരിക്കുന്നേ? ഞാൻ ആ അർത്ഥത്തിലല്ല ഇത് രണ്ടും സിമിലർ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ചിലതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ചിലതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഗ്രേപ്സിൽ തന്നെ നമുക്ക് മോക്ക് ഡ്രിൽ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ എമർജൻസിയിൽ വരാവുന്ന സാഹചര്യങ്ങളെയൊക്കെ നമുക്ക് വർഷത്തിൽ 1-2 തവണ മിനിമം മോക്ക് ഡ്രില്ല് വഴി അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ എന്ത് സംഭവിക്കും, നമ്മൾ വീണു പോകുമോ, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ടെസ്റ്റ് ചെയ്യുകയും ഗ്രാജ്വലി അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യണം. നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഒബ്സർവേഷൻസ്, റിയൽ സിനാരിയോയിൽ സംഭവിക്കുന്ന വേരിയേഷൻസ്, ഇത് രണ്ടും എടുത്ത് അതിന് ആനുപാതികമായ മാറ്റങ്ങൾ, പ്രിവെൻറ്റീവ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ പറ്റണം. ഇതൊരു കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിൽ പെടുന്ന ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. COP, കെയർ ഓഫ് പേഷ്യൻ്റ് 4D. ഓരോ സ്പെഷ്യൽ കേസുകൾക്കും ഉണ്ടാകാവുന്ന ഓരോ പാൻഡമിക് സിറ്റുവേഷൻസിനെയും സ്പെഷ്യൽ കേസുകളായിട്ടെടുത്ത് അറ്റ്ലീസ്റ്റ് 12 മാസത്തിൽ ഒരു മോക്ക് ഡ്രില്ല് നടത്തുകയും അത്തരത്തിൽ മിനിമം 2 മോക്ക് ഡ്രില്ലെങ്കിലും നടക്കുകയും ചെയ്യണം എന്നും, അതിനെ നമുക്ക് കൂടുതലാക്കി കൊണ്ടുവരാൻ, ഈ ഒരു പരീക്ഷണ പ്രവർത്തനങ്ങളെ കൂടുതലാക്കി കൊണ്ടുവരാൻ കഴിയുകയും അതിന് ആനുപാതികമായി കിട്ടിയ ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് പുരോഗമനമായ പ്രവർത്തനങ്ങളിൽ കൂടെ നമ്മളുടെ എമർജൻസിയെ കാര്യക്ഷമതയിൽ എത്തിക്കാൻ കഴിയണം എന്നതാണ് COP 4D. The plan is tested at least twice a year.